ജില്ലയിൽ 2230 പോളിംഗ് സ്റ്റേഷൻസാണ് ഇപ്പം സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ ആറ്റിങ്ങൽ HPCയിൽ നമുക്ക് 1423, തിരുവനന്തപുരം HPCയിൽ 1307 പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. ഇന്ന് നമ്മുടെ 14 LA സെഗ്മെൻറ്റ്സിൽ ഡിസ്പാച്ച് റിസപ്ഷൻ സെൻറ്റേഴ്സ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പോളിംഗ് പാർട്ടീസ് 8 മണി മുതൽ അവരിവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും നമ്മുടെ ഈ പോളിംഗ് പാർട്ടീസ്ക്ക് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉൾപ്പെടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 100% പോളിംഗ് സ്റ്റേഷൻസിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 26 മൈക്രോ ഒബ്സർവേഴ്സ് തിരുവനന്തപുരം HPCയിലും ആൻഡ് 15 മൈക്രോ ഒബ്സർവേഴ്സ് ആറ്റിങ്ങൽ HPCയിലും നിയമിച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഈ വേൾനറബിൾ പോളിംഗ് സ്റ്റേഷൻസിലുള്ള ഒബ്സർവേഷൻ കൂടെ നടത്തും. അതോടൊപ്പം തന്നെ പോളിംഗ് പേഴ്സണലിനുള്ള വെൽഫെയർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അവർക്ക് മെഡിക്കൽ കിറ്റും ആൻഡ് ലോക്കലായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പലയിടത്ത് ചൂടിനെ വെയിലത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഷെയ്ഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആൻഡ് നാളെ കൃത്യം സമയത്ത് 6 മണിക്ക് തന്നെ നമ്മുടെ 7 മണിക്ക് തന്നെ നമ്മുടെ ഈ പോളിംഗ് ആരംഭിക്കും. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ P-48 hours P-2 48 മണിക്കൂറിന് സൈലൻറ്റ് ക്യാമ്പയിനിങ്ങിന് സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ 144 CRPC ഓർഡേഴ്സ് ഇറക്കാറുണ്ട്. അതിൽ പറയുന്ന പോലെ റിസ്ട്രിക്ഷൻസ് അതോടൊപ്പം തന്നെ അതിനകത്ത് കുറേ എക്സെപ്ഷൻസും ഉണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ് ടിൽ നമ്മുടെ പോളിംഗ് അവസാനം ആവുന്ന സമയത്ത്. അല്ല, പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് നമ്മൾ ഇവിടെയാണ് പ്രസ് റിലീസ് ആയിട്ട് കൊടുത്തത്. ബാക്കി എല്ലായിടത്തും പ്രൊഹിബിറ്ററി ഓർഡേഴ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ 134 പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അങ്ങനെ 125 നമ്മുടെ തിരുവനന്തപുരം HPCയിലും ആൻഡ് 9 ആറ്റിങ്ങൽ HPCയിലും. അതിൻ്റെ വേണ്ടി നമ്മൾ AST ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കേസസ് ഐഡൻറ്റിഫൈ ചെയ്ത വിവരം നമ്മൾ അതായ കാൻഡിഡേറ്റ്സിനെ സ്ഥാനാർത്ഥികൾക്കും അറിയിച്ചിട്ടുണ്ട്. ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസറെ കയ്യിൽ അതിന് കോപ്പി കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ ആ വലിയ നമ്പർ എല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. രണ്ടിടത്ത് പോലും ഷിഫ്റ്റഡ് ആയിട്ടുള്ള കേസസിൽ സ്വാഭാവികമായിട്ട് രണ്ടിടത്ത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ബിക്കോസ് നമുക്ക് അതിന് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്. സോ ദാറ്റ് മറ്റേ സ്ഥലത്തിൽ അതിൽ ഷിഫ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ റോളിൽ പേര് ഇപ്പോഴും ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ അയാൾക്ക് കൃത്യമായി AST ലിസ്റ്റിൽ വരും. അതോടൊപ്പം തന്നെ അവർക്ക് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കയ്യിൽ AST ആപ്പ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ആൾ വന്നാൽ അവർക്ക് ഡിക്ലറേഷൻ വാങ്ങിച്ചിട്ട് അവർ അവരുടെ ഫോട്ടോയും കൂടി എടുക്കും. അപ്പോൾ ആപ്പിൽ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വന്നിട്ടുണ്ട്. മറ്റേ ബൂത്തിൽ സ്വാഭാവികമായിട്ട് ലിസ്റ്റിലുള്ള സ്ഥലത്തിൽ അവർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. യെസ്, അറിയാൻ പറ്റും. യെസ്, നമുക്ക് AST മൊത്തം മോണിറ്റർ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെൻട്രൽ ലെവൽ, ARO ലെവലും RO ലെവലും. യെസ്, I would not call it ഇരട്ട വോട്ടുകൾ. I would rather say that ഇതൊരു ആബ്സെൻറ്റി ഷിഫ്റ്റഡ് കേസസ് ആണ്. റോളിലുള്ള ഒരു റെപ്ലിക്കേഷനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ അങ്ങനത്തെ കേസസ് എല്ലാം ലെസ് ദാൻ 0.1% ആണ് വരുന്നത്.